ബിഗ് ബോസിൽ ഒരു പുതിയ പ്രണയമൊക്കെ പോകണിരിക്കുകയാണ്. ഞാൻ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ട് കാണുന്ന ഒരാളാണ്. ഇത് ഞാൻ കുറച്ച് മുമ്പേ പ്രതീക്ഷിച്ചതായിരുന്നു. അങ്ങനെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്തൊക്കെ കാണണം അല്ലേ. അനീഷിന് കുറച്ചായിട്ട് അനുമോളോട് പ്രത്യേക ഒരു സ്നേഹവും കെയറിങ്ങും ഫുഡ് കൊണ്ട് കൊടുക്കുന്നു, എന്തൊക്കെയായിരുന്നു. അപ്പോഴേ എനിക്ക് ഈ റൂട്ട് അങ്ങോട്ട് ക്ലിയർ ആയിരുന്നു. എന്തായാലും നമുക്ക് ആ പ്രപ്പോസ് വീഡിയോ ഒന്ന് കാണാം. ചില അഭിപ്രായം എന്താ അനുമോളുടെ? ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ, പിന്നെ ഇപ്പം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാള്. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അമ്മേ, അയ്യോ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അനുവിനോട് ഓപ്പൺ ആയിട്ടായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് അനുവിനോട് ഒരു ക്രഷ് ഉണ്ട് എന്ന രീതിയിലാണ് അനീഷ് അന്ന് സംസാരിച്ചത്. അനുമോൾ എന്താ എന്നിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അനുമോളുടെ ഓരോ പ്രവൃത്തിയും കളിയെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഓരോ കളിയാണ്. ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു, ഒരുമിച്ച് നടക്കുന്നു, എല്ലാം ഒരുമിച്ച്. അപ്പം അനീഷ് എന്തായിരിക്കും വിചാരിച്ച് കാണാം, എനിക്കുള്ളതുപോലെ തന്നെ അനുമോക്കും എന്നോട് ആ രീതിയിൽ തന്നെ ആയിരിക്കും ഇഷ്ടമുണ്ട് എന്നൊക്കെ അനീഷ് കരുതി കാണാം. അതിന് അനീഷിന് തെറ്റ് പറയാൻ പറ്റുന്നതായാലും അതുകൊണ്ട് തന്നെ ആയിരിക്കണം അനീഷ് ഇത്ര ധൈര്യത്തോടു കൂടി അനീഷ് പോയിട്ട് പ്രപ്പോസ് ചെയ്യാൻ കാരണം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അനീഷ് അത്രയും സീരിയസ് ആയിരുന്നുവെങ്കിൽ ഈ അവസാന നിമിഷം കൊണ്ടിട്ട് കല ഉടയ്ക്കണ്ടായിരുന്നു. അനീഷ് സീരിയസ് ആയിരുന്നെങ്കിൽ പുറത്ത് വെച്ചായിരുന്നെങ്കിലും അനീഷിന് പറയായിരുന്നു. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികം. കാരണം ഈ ബിഗ് ബോസിൽ ഇത്രയും ദിവസം ഫോണും വീട്ടുകാരും ഒന്നുമില്ലാണ്ട് എല്ലാവരുമായിട്ട് അവർ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. അത്രയും ഒരു ക്ലോസ് ആയി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാളോട് ഇഷ്ടം തോന്നുന്നൊക്കെ അവർക്ക് ആ ഇഷ്ടം അതുപോലെ തന്നെ തിരിച്ചുണ്ടാവണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് ശരിയാണോ? അല്ല. അതത്ര നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല. അത്ര നല്ല ഒരു ക്വാളിറ്റി ആണോ അത്? ശരിക്കും പറഞ്ഞാൽ എനിക്കിവരെ രണ്ടുപേരെയും സൈഡിൽ നിൽക്കാൻ തോന്നുന്നില്ല. കാരണം അനുമോളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരുമാതിരി ഒരു ചൈൽഡിഷ് ബിഹേവിയറും, എസ് ആണെങ്കിലും നോ ആണെങ്കിലും അത് നമുക്ക് പറഞ്ഞൂടെ. ഇതൊന്നിനും ഒരു ക്ലാരിഫൈ ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. അവൾ ആദ്യം പറഞ്ഞത് ആദിലേനോടും നൂറേനോടുമാണ്. ഓക്കെ, അവർ ഒരു ഗേൾസ് ആയതുകൊണ്ടും അത്രയും കമ്പനി ആയതുകൊണ്ടും പറഞ്ഞതാണ് എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇനിയും ഇത് ഹൗസിലുള്ളവരോട് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അത് അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു സ്വഭാവം തന്നെയാണ്. ഇതിനൊരു ക്ലാരിഫൈ ചെയ്യാതെ ഇവർക്ക് തന്നെയാണ് അത് അഫക്റ്റ് ചെയ്യുക. ഇവർക്ക് തന്നെയാണ് ഒരു നെഗറ്റീവായിട്ട് ഉള്ളൊരു പബ്ലിസിറ്റി വരിക.